നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ ചിന്തകളായി മാറുന്നു. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വാക്കുകളായി മാറുന്നു. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രവൃത്തികളായി മാറുന്നു. നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ ശീലങ്ങളായി മാറുന്നു. നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങളായി മാറുന്നു. നിങ്ങളുടെ മൂല്യങ്ങൾ നിങ്ങളുടെ വിധിയായി മാറുന്നു. നഖങ്ങൾ വളരുമ്പോൾ നമ്മൾ നഖങ്ങളാണ് മുറിക്കാറുള്ളത്, വിരലുകളെയല്ല. അതുപോലെ തെറ്റിദ്ധാരണകൾ വളരുമ്പോൾ നിങ്ങളുടെ അഹങ്കാരത്തെയാണ് മുറിച്ചു മാറ്റേണ്ടത്, അല്ലാതെ ബന്ധങ്ങളെയല്ല. ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളോട് തന്നെ സംസാരിക്കുക. അല്ലെങ്കിൽ ഈ ലോകത്തിലെ ബുദ്ധിമാനായ ഒരു വ്യക്തിയെ കാണാനുള്ള അവസരം നിങ്ങൾക്കിന്ന് നഷ്ടപ്പെട്ടേക്കാം. പഴയ സുഹൃത്തുക്കൾ സ്വർണമാണ്, പുതിയ സുഹൃത്തുക്കൾ വജ്രവും. നിങ്ങൾക്ക് വജ്രം ലഭിക്കുമ്പോൾ സ്വർണത്തെ മറക്കരുത്. കാരണം ഒരു വജ്രത്തെ താങ്ങി നിർത്താൻ സ്വർണത്തിന് മാത്രമേ കഴിയൂ. 33 ദേവന്മാരിൽ വിശ്വസിച്ചാലും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. അതിനാൽ ആദ്യം നിങ്ങളിൽ വിശ്വസിക്കുക. സത്യത്തിനു വേണ്ടി നിലകൊള്ളുക. കരുത്തരായിരിക്കുക. സ്നേഹമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഹൃദയം ഒരു മരുഭൂമിയാക്കി മാറ്റിയാൽ അവിടെ മുൾച്ചെടികൾ തഴച്ചു വളരുക. അടുക്കുന്നവരെയൊക്കെ ആ മുള്ളുകൾ മുറിവേൽപ്പിക്കും. ക്രമേണ ആരും അടുക്കാതെയാവും. സമയം ഒരു നദി പോലെയാണ്. ഒരേ വെള്ളത്തിൽ നിങ്ങൾക്ക് 2 വട്ടം നനയാൻ കഴിയില്ല. കാരണം ഒഴുകിപ്പോയ വെള്ളം ഒരിക്കലും വീണ്ടും മടങ്ങി വരില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നഷ്ടപ്പെടാതെ ആസ്വദിക്കുക. ഒരു തെറ്റിൻ്റെ പേരിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നതല്ല സ്നേഹം. മറിച്ച് നിങ്ങളുടെ 100 തെറ്റുകൾ തിരുത്തിത്തരുകയും അപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നതാണ് സ്നേഹം. നിങ്ങൾക്ക് വേഗത്തിൽ നടക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുക. എന്നാൽ നിങ്ങൾക്ക് ദൂരങ്ങൾ താണ്ടണമെങ്കിൽ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് നടക്കുക. നിങ്ങൾ ദരിദ്രനായി ജനിച്ചത് നിങ്ങളുടെ തെറ്റല്ല. എന്നാൽ നിങ്ങൾ ദരിദ്രനായി മരിക്കുന്നത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. ഒരാൾ അമിതമായി നിഷ്കളങ്കൻ ആകരുത്. കാട്ടിൽ നേരെ വളരുന്ന മരങ്ങളാണ് ആദ്യം വെട്ടിമാറ്റപ്പെടുന്നത്. അതുപോലെ അമിതമായി നിഷ്കളങ്കരായ മനുഷ്യനാണ് ആദ്യം വഞ്ചിക്കപ്പെടുന്നത്. ജീവിതത്തിൽ സന്തോഷവും വിജയവും കൊണ്ടുവരുന്നത് 2 കാര്യങ്ങളാണ്. നിങ്ങളുടെ കൈവശം ഒന്നുമില്ലാത്തപ്പോൾ നിങ്ങൾ കാര്യങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നത്. നിങ്ങളുടെ കൈവശം എല്ലാം ഉള്ളപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നത്. ജീവിതം നിങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് തോന്നുമ്പോൾ തിരിച്ചടിക്കാൻ ധൈര്യപ്പെടുക. പ്രതീക്ഷ ഇല്ലെന്ന് തോന്നുമ്പോൾ ഒരു വഴി കണ്ടെത്താൻ ധൈര്യപ്പെടുക. ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ക്ഷമിക്കണം. പക്ഷേ ഒരിക്കലും വിശ്വാസത്തെ തകർക്കരുത്. കാരണം ക്ഷമിക്കുന്നത് എളുപ്പമാണ്, പക്ഷേ മറക്കുന്നതും വീണ്ടും വിശ്വസിക്കുന്നതും ചിലപ്പോൾ അസാധ്യമാണ്. നമ്മൾ ചിലരെ ഒരുപാട് സ്നേഹിക്കും. അവരുടെ പല ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നമ്മൾ അവരുടെ കൂടെ നിൽക്കും. പക്ഷേ ആവശ്യങ്ങൾ കഴിയുമ്പോൾ അവർ നമ്മെ മറക്കുന്നു. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖവും സത്യവും. ജീവിതം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പകർത്താൻ ശ്രമിക്കുന്നതിലാണ് പലരും പരാജയപ്പെടുന്നത്. തെറ്റ് ചെയ്യുന്നവർക്ക് സത്യം ഒളിപ്പിച്ചു വയ്ക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും. പക്ഷേ സത്യം പറയുന്നവന് ഒളിപ്പിച്ചു വയ്ക്കാൻ ഒന്നും തന്നെ ഉണ്ടാവില്ല.